ജെയ്സൺ എന്നു പേരുള്ള ഒരു മനുഷ്യൻ സുവിശേഷത്തിന് വേണ്ടി തൻ്റെ വീട് അല്പസമയത്തേക്ക് കൊടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരും വിവരങ്ങളും വിശുദ്ധ ബൈബിളിൽ വന്നു. മലയാളം ബൈബിളിൽ യാസോൻ എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 17:1 മുതൽ വായിച്ചു വരുമ്പോൾ 5, 6, 7 വാക്യങ്ങളിൽ ജെയ്സനെ നമുക്ക് കാണാം. പൗലോസ് മിഷണറി യാത്ര തുടരുകയാണ്. ഫിലിപ്പിയിൽ ലുദിയായുടെ വീട് ലഭിച്ചു എന്നത് ഒരു നല്ല കാര്യമാണെങ്കിലും തല്ലുകൊണ്ടതും ജയിലിൽ പോയതും വേദനാജനകമാണ്. അന്ന് മുതൽ ഇന്നയോളം സുവിശേഷ മുന്നേറ്റത്തിൽ സന്തോഷകരമായ അനുഭവങ്ങളും ദുഃഖകരമായ അനുഭവങ്ങളും ഇടകലർന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും നഷ്ടവും അപമാനവും സഹിച്ചു എങ്കിലും മടുത്തു പോകാതെ അടുത്ത സ്ഥലത്തേക്ക് പോയി. തെസ്സലോനിക്ക എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ യാസോൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ്റെ വീടാണ് തുറന്നു കിട്ടിയത്. ഫിലിപ്പിയിൽ ഒരു ലുദിയ വീട് തുറന്നെങ്കിൽ തെസ്സലോനിക്കയിൽ ഒരു യാസോൻ, അതായത് ജെയ്സൺ വീട് തുറന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ജെയ്സന്മാര്, ജെയിംസുമാര്, ജോബിമാര്, ജോനാഥാന്മാര്, ഷേർലി, ജെസി, ജെറി, ജോഷ്വ, രാജു, ബാബു, സൂസി, ത്രേസ്യ, ഇവർക്കൊക്കെ ഒരു മുറ്റത്ത് കൺവെൻഷനെങ്കിലും വെച്ചുകൂടെ? നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊരു ചെറിയ പന്തലും ചെറിയൊരു മൈക്കും വെച്ച് ഒരു സുവിശേഷ യോഗം നടത്തിക്കൂടെ? ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അങ്ങനെ ജെയ്സന്റെ വീട്ടിൽ പൗലോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹൂദന്മാരായ ആളുകൾ വീട് വളഞ്ഞു. മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞു, പ്രശ്നങ്ങളുണ്ടാക്കി. 17:5 പൗലോസിനെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കിലേക്ക് ഇഴച്ചുകൊണ്ട് പോയി. ഇഴച്ചു, കയ്യെ പിടിച്ചു വലിച്ച് നിലത്ത് വീണിട്ട് അവിടുന്ന് വലിച്ചൊക്കെ കൊണ്ടുപോകുന്ന രംഗങ്ങൾ മനസ്സിൽ കാണുക. സാരയില്ല, ഈ ആയുസിൽ വെറുതെ കുറെ ഭക്ഷണം കഴിച്ച് തടി വെച്ച് ഉറക്കം തൂങ്ങിയിട്ട് എന്താ കാര്യം? ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൂടെ? വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി എന്ന് പറഞ്ഞു. അതാണ് സുവിശേഷകരെ പറ്റിയുള്ള വ്യാജ പരാതി. ഇന്നും വ്യാജ പരാതിയുടെ കാലമാണ്. ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. യാസോൻ അവരെ കൈക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ യാസോന്റെ പേരിൽ കേസെടുത്തു. കള്ളക്കേസെടുക്കുക അന്ന് മുതൽ ഇന്ന് വരെയും സുവിശേഷകന്മാർ അഭിഹരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം. യാസോനോട് ജാമ്യം വാങ്ങി പൗലോസിനെ വിട്ടയച്ചു. അതായത് യാസോൻ നാട്ടിൽ അല്പം സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പൗലോസിനെ തൊടാനൊക്കുകയല്ല, നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ ഞാൻ ഹാജരാക്കി തരാം എന്ന് പറഞ്ഞ്
പൗലോസിനെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. ഒരു യാസോൻ അല്ലെങ്കിൽ ഒരു ജെയ്സൺ വീട് കൊടുത്തു, തൻ്റെ ആരോഗ്യം കൊടുത്തു, പൈസ കൊടുത്തു, ജാമ്യമെടുത്തു തെസ്സലോനിക്കയിലെ സഭയുണ്ടാകാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു. സുവിശേഷീകരണം ചർച്ചിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സഭയായി മാറിയാലേ സുവിശേഷീകരണം സ്ഥായിയായി നിലനിൽക്കുകയുള്ളൂ. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. ഇതൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ്. അത് തലമുറകളിലേക്ക് പകരപ്പെടേണ്ടതാണ്. അപ്പോൾ സുവിശേഷീകരണം ഫലവത്താകണമെങ്കിൽ ചർച്ചിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യപ്പെടും. നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ? ഗാഡ് ബ്ലെസ് യു.